പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ടാൻജൻസ് എന്ന ചാപ്റ്ററിലെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ടാൻജൻസിലെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു പ്രോബ്ലമാണിത്. ഇൻ ദി ഫിഗർ PQ and RS are two perpendicular chords. Tangents are drawn through the ends of the chords to form quadrilateral ABCD. Prove that ABCD is a cyclic quadrilateral. അതായത് PQRS എന്നീ കോഡ്സ് സർക്കിളിൽ വരച്ചിട്ടുണ്ട്. അത് രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ കോഡ്സ് ആണ്. അതായത് ഇതിനിടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. ടു പെർപെൻഡിക്കുലർ കോഡ്സ് ആർ ഡ്രോൺ. ത്രൂ ദി എൻഡ്സ് ഓഫ് ദീസ് കോഡ്സ് ടാൻജൻസ് ആർ ഡ്രോൺ. ദീസ് ആർ ടാൻജൻസ് ടു ഫോം ദി ക്വാഡ്രിലാറ്ററൽ ABCD. ABCD എന്ന ക്വാഡ്രിലാറ്ററൽ ഫോം ചെയ്തിട്ടുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വി നീഡ് ടു പ്രൂവ് ദാറ്റ് ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഗിവൺ ദാറ്റ് PQ ആൻഡ് RS ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ദി സൈഡ്സ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ടച്ചസ് ദി സർക്കിൾ അറ്റ് ദി എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദി കോഡ്സ്. അങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? പ്രൂവ് ചെയ്യേണ്ടത് ഇത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ്. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയണം. ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്, അതിൻ്റെ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് കോഡ്സ് വരച്ചിട്ടുണ്ട്, അതിൻ്റെ എൻഡിലൂടെ ടാൻജൻസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായ ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. PS എന്ന കോഡ് അങ്ങോട്ട് ജോയിൻ ചെയ്യാം. PS എന്ന കോഡ് അങ്ങോട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. PST ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. കാരണം ഇത് 90 പെർപെൻഡിക്കുലർ കോഡ്സാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റ് ഞാൻ T എന്ന് പേര് കൊടുത്തു. ഓക്കെ. അപ്പോൾ ഈ ആംഗിൾ ഞാൻ ഒരു കാര്യം ചെയ്യാം, X എന്ന് എടുക്കാം, ഈ ആംഗിൾ Y എന്ന് എടുക്കാം. ഓക്കെ. അപ്പോൾ ലെറ്റ് ആംഗിൾ TPS ഈക്വൽ ടു X ഡിഗ്രി. TPS എന്ന് പറയുന്ന ഈ ആംഗിള് ഞാൻ X ഡിഗ്രി എന്നെടുക്കുകയാണ്. TPS ഈസ് ഈക്വൽ ടു X ഡിഗ്രി. അതുപോലെ തന്നെ അടുത്ത ആംഗിൾ TSP എന്ന് പറയുന്നത് Y ഡിഗ്രി എന്ന് എടുക്കുക. ഇത് Y ഡിഗ്രി എന്ന് എടുത്തു. അപ്പോൾ ഈ ആംഗിൾ X ഡിഗ്രി എന്ന് എടുത്തു, ഈ ആംഗിൾ Y ഡിഗ്രി എന്ന് എടുത്തു. ഓക്കെ. വാട്ട് ഈസ് X പ്ലസ് Y? എക്സും വൈയും കൂടി ആഡ് ചെയ്ത് എത്ര കിട്ടും? ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. 3 ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. ഒരാംഗിൾ മാത്രം 90 ആണെന്ന് നമുക്കറിയാം. സോ ദി സം ഓഫ് ദി അതർ 2 ആംഗിൾസ് വിൽ ബി 90 ഡിഗ്രി ഓർ സം ഓഫ് ദി അക്യൂട്ട് ആംഗിൾസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 90 ഡിഗ്രി. സോ വി ഗെറ്റ് X പ്ലസ് Y എന്ന് പറയുന്നത് എത്ര കിട്ടണം? 90 ഡിഗ്രി. X പ്ലസ് Y ഈസ് 90 degree because sum of the acute angles of a right triangle is 90 degree. Okay. Now we need to find out the sum of the angles A plus C. A plus C ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ സെൻട്രൽ ആംഗിൾസ് ഇട്ട് നമുക്ക് റേഡിയസ് ഒന്ന് വരച്ച് നോക്കാം. ഞാനിങ്ങനെ റേഡിയസ് വരച്ചിട്ടുണ്ട്. റേഡിയസ് വരച്ചപ്പോൾ ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് SOQ. അതുപോലെ ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് POR. അപ്പോൾ ഈ രണ്ട് ആംഗിളും ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, POR എന്ന് പറയുന്ന ഈ ആംഗിള് ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ്. അപ്പോൾ ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിൾ എത്രയാണോ അതിൻ്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ ഇവിടെ Y ഡിഗ്രി ആയതുകൊണ്ട് ഇത് എത്ര വരണം? 2Y വരണം. സോ ആംഗിൾ POR എന്ന് പറയുന്ന ഈ ആംഗിള് എത്രയാണ്? POR ഈസ് 2Y ഡിഗ്രി എന്ന് കിട്ടും. POR ഈസ് 2Y. ഈ ആംഗിൾ കണ്ട, Y എന്ന് പറയുന്ന ആംഗിളിൻ്റെ ടോയ്സ് ആണ് ഈ 2Y. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിളും തമ്മിലാണ് റിലേഷൻ. അപ്പോൾ ഇത് Y ആണെങ്കിൽ ഇത് 2Y ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടോയ്സാണ്. കാരണം ഈ ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളാണിത്, അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലെ ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് Y ആണെങ്കിൽ അതിൻ്റെ ടോയ്സ് ആയിരിക്കും ഇത്. അതുപോലെ
ഈ ആംഗിള് എക്സ് ആണെന്ന് നമുക്കറിയാം. അത് ഈ ആർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഈ ആംഗിൾ. കണ്ടോ, അത് ഈ ആർക്ക് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിളാണ് ഇത്. കണ്ടോ, അപ്പോൾ ഈ ആംഗിള് സെൻറ്ററിലുണ്ടാക്കിയിരിക്കുന്ന ആംഗിള് ആർക്കിലെ ആംഗിളിൻ്റെ ടോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത് എക്സ് ആകുമ്പോൾ ഇത് എത്ര വരണം? 2x വരും. ദാറ്റ് ഈസ് QOS എന്ന് പറയുന്ന ആംഗിള് 2x. QOS എന്ന് പറയുന്ന ആംഗിള് 2x ആണ്. കാരണം ഇത് എക്സ് ആണ്. അപ്പോൾ ഈ ആംഗിളും തമ്മിലാണ് ബന്ധം. ഈ ആംഗിൾ എക്സ് ആവുമ്പോൾ ഇത് 2x ആവും. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പോൾ ഇത് 2x എന്ന് കിട്ടി, ഇത് 2y എന്ന് കിട്ടി. ഇനി നോക്കിക്കേ, ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ് ഇത്. കണ്ടോ, കാരണം ഇത് റേഡിയസ് ആണ്, ഇത് ടാൻജൻ്റ് ആണ്, ഇത് ടാൻജൻ്റ് ആണ്. 2 ടാൻജൻറ്റും 2 റേഡിയസും കൂടി ചേരുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 90 ഡിഗ്രി, ഇത് 90 ഡിഗ്രി, 90 + 90 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 വരണം. അപ്പോൾ ഇത് 2y ആണെങ്കിൽ ആംഗിൾ എ എത്ര വരണം? ഹൗ മച്ച് ഈസ് ആംഗിൾ എ? ആംഗിൾ എ എന്ന് പറയുന്നത് 180 - 2y. 180 - 2y ആണ് ആംഗിൾ എ എന്ന് പറയുന്നത്. ഇതുപോലെ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഉണ്ട്. കണ്ട, 2 റേഡിയസ്, 2 ടാൻജൻറ്റ്, അതായത് CS-ഉം CQ-ഉം ടാൻജൻറ്റ്, OQ-ഉം OS-ഉം റേഡിയസ്. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഫോം ചെയ്തിട്ടുണ്ട്. 2 റേഡിയസും 2 ടാൻജൻറ്റും. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 180 ആണ്. അപ്പോൾ ആംഗിൾ QCS എന്ന് പറയുന്നത് 180 - 2x, അല്ലെങ്കിൽ ആംഗിൾ C എന്ന് പറയുന്നത് എത്രയാണ്? 180 - 2x ആണ്. കണ്ടോ, 180 - 2x. അപ്പോൾ ഈ ആംഗിൾ 180 - 2x, ഈ ആംഗിൾ 180 - 2y എന്നും കിട്ടി. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എത്രയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? അപ്പോൾ ആഡ് ചെയ്ത് നോക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി, ആംഗിൾ എ പ്ലസ് ആംഗിൾ സി എന്ന് പറയുമ്പോൾ എയുടെ സ്ഥാനത്ത് 180 - 2a, സിയുടെ സ്ഥാനത്ത് 180 - 2x. ആഡ് ചെയ്ത് നോക്കാം. 180 - 2y പ്ലസ് 180 - 2x. ഇപ്പോൾ 180 കൂടി ആഡ് ചെയ്താൽ 360 വരും. -2y - 2x. അപ്പോൾ 360 - 2x - 2y എന്ന് എഴുതാം. 180 കൂടി ആഡ് ചെയ്തു 360 - 2x - 2y. ഇതിൽ ഈ -2 കോമൺ വെളിയിലെടുക്കാം. അപ്പോൾ 360 - 2 × x + y എന്ന് എഴുതാം. 360 മൈനസ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള 2 വെളിയിലെടുത്തു, x + y. -2 വെളിയിലെടുത്തു -2 × x -2x -2 × y -2y. അപ്പോൾ എന്ത് കിട്ടും? x + y എത്രയാണെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 90 ഡിഗ്രി. അപ്പോൾ ഇത് 2 × 90 എന്ന് എഴുതാം. അപ്പോൾ എന്ത് കിട്ടും? 360 - 2 × 90. 2 × 90 എത്രയാ? 180 ഡിഗ്രി. അതായത് 360 - 180. അപ്പോൾ 360 ന്ന് 180 കുറച്ചാൽ എത്രയാ? 360 ന്ന് 180 കുറച്ചാൽ 180. അപ്പോൾ ആംഗിൾ എ പ്ലസ് സി എത്ര കിട്ടി? ആംഗിൾ എ പ്ലസ് സി 180 ഡിഗ്രി. അപ്പോൾ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയി, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആയി. സോ ഈ ക്വാഡ്രിലാറ്റർ എന്ത് തരം ക്വാഡ്രിലാറ്ററാണ്? സോ ABCD ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ABCD എന്ന് പറയുന്നത് എന്താണെന്ന് കിട്ടി? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡ്രോ എ സർക്കിൾ ത്രൂ ABC ആൻഡ് D. അതായത് ഇതുപോലെ ഒരു സർക്കിള് നമുക്ക് വരയ്ക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സം 180 ആയ ക്വാഡ്രിലാറ്ററലെ മാത്രമേ സൈക്ലിക് ആവുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടിൻ്റെ സം 180 ആയതുകൊണ്ട് ഇതുപോലൊരു സർക്കിള് വരയ്ക്കാം. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രൂവ് ചെയ്യുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഒന്നുകൂടി തനിയെ ചെയ്തു നോക്കുക. 2 പ്രോപ്പർട്ടിയെ വന്നുള്ളൂ. ഒന്ന് സെൻട്രൽ ആംഗിളും ആംഗിൾ ഇൻ ആൻ ആർക്കും, ഒന്ന് റൈറ്റ് ആംഗിളിൻ്റെ അക്യൂട്ട് ആംഗിൾസിൻ്റെ സം. അപ്പോൾ റൈറ്റ് ആംഗിളാണ്, അതുകൊണ്ട് അക്യൂട്ട് ആംഗിളിൻ്റെ സം 190 ആണ്. അതെഴുതി ഇതിൻ്റെ ടോയ്സാണിത്, ഇതിൻ്റെ ടോയ്സാണിത്. ഇത് രണ്ടും കൂടി ഇത് 180 എന്ന് കുറയ്ക്കുന്നതാണിത്, ഇത് 180 എന്ന് കുറയ്ക്കുന്നതാണിത്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തപ്പോൾ 180 തന്നെ കിട്ടി. സോ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആയതുകൊണ്ട് ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.